നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇ.വി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണയും പ്രശംസയും ലഭിക്കും. ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകരം ആദ്യ പകുതി ഭാഗം. ഉദ്ദേശിച്ച കാര്യങ്ങൾ വലിയ തടസ്സങ്ങളില്ലാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കും. മുതിർന്നവരുടെ ഉപദേശങ്ങൾ നിർണായക തീരുമാനങ്ങളിൽ സഹായകരമാകും. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. മിഥുനം രാശി മകരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പണം ഇടപാടുകളിലും വാഹന ഉപയോഗത്തിലും കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് കാര്യവിജയം ഉറപ്പാക്കാനും അപ്രതീക്ഷിത തടസ്സങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ ഭാവിയിലേക്ക് ഉപകാരപ്പെടും. പൊതുവേദികളിലും കൂട്ടായ്മകളിലും പറയുന്ന വാക്കുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കുന്ന ദിനമാണിത്. തൊഴിൽപരമായ വെല്ലുവിളികളെയും എതിരാളികളുടെ നീക്കങ്ങളെയും വിവേകത്തോടെ മറികടക്കാനും സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനും സാധിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സന്താനങ്ങളുടെ പഠന പുരോഗതിയിൽ മനസ്സിന് സംതൃപ്തി തോന്നും. സാമ്പത്തികമായി വിവേകപൂർവമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് കൂടുതൽ ഉന്മേഷം നൽകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ജോലിസ്ഥലത്ത് ഏകാഗ്രതയോടെ പ്രവർത്തിക്കുന്നത് ഗുണം ചെയ്യും. വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിത ചെലവുകൾ വന്നേക്കാം. ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ ക്ഷമയും സംയമനവും പാലിക്കാൻ ശ്രദ്ധിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയും വിജയത്തോടെയും ചെയ്തു തീർക്കാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും നല്ല പിന്തുണയും സഹായവും ലഭിക്കുന്ന ദിനമാണിത്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ സന്തോഷകരവും സമാധാനപരവുമായ അന്തരീക്ഷം നിലനിൽക്കും. സംസാരത്തിലെ സൗമ്യതയും പക്വതയും വഴി തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കും. കൃഷി, ഭൂമി എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സമൂഹത്തിലും പ്രൊഫഷണൽ രംഗത്തും വ്യക്തിത്വത്തിന് ആദരവും അംഗീകാരവും വർദ്ധിക്കും. ശാരീരികവും മാനസികവുമായ വലിയ ഊർജ്ജസ്വലതയോടെ ജോലികളിൽ ഏർപ്പെടുവാൻ പദ്ധതികൾ പൂർത്തിയാക്കാനും സാധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ധനവിനിയോഗത്തിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ പാലിക്കുക. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിചയസമ്പന്നരായ മുതിർന്നവരുടെ അഭിപ്രായം തേടുന്നത് അബദ്ധങ്ങൾ ഒഴിവാക്കുവാൻ സാമ്പത്തിക സുരക്ഷിതത്വവും നേടാനും സഹായിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകുകയും സാമ്പത്തിക നില കൂടുതൽ ഭദ്രമാവുകയും ചെയ്യും. മുൻപ് നടത്തിയ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലവും ഔദ്യോഗിക അംഗീകാരവും ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ.വി. 9746812212